അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫത്ഹുൽ മുഈനിൽ ഖിറാദിനെ കുറിച്ച്, ലാബക്കൂർ കച്ചവടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ തത്തിമ്മത്തിലായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഷിർക്കത്തിനെ കുറിച്ചാണ്. ഷിർക്കത്ത് എന്നുള്ള പദം രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഒന്ന്, കൂട്ടുസ്വത്ത് എന്നുള്ള അർത്ഥത്തിൽ. കൂട്ടുസ്വത്ത് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആളുകൾക്ക് അവകാശപ്പെട്ട ഒരു സ്വത്ത് എന്നർത്ഥം. രണ്ടു പേർ ചേർന്നിട്ട് ഒരു വീട് വാങ്ങുകയാണ് എങ്കിൽ ആ വീട് കൂട്ടുസ്വത്താണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി ഷിർക്കത്തിൻ്റെ മറ്റൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൂട്ടുകച്ചവടം അല്ലെങ്കിൽ ഷെയർ ബിസിനസ് എന്നൊക്കെയാണ്. ഓക്കെ. അപ്പോൾ രണ്ടു പേർ ചേർന്നിട്ട് പങ്കാളികളാകുന്നത് ഒരു സംരംഭം തുടങ്ങി അതിൽ നിന്നും വരുമാനം കണ്ടെത്താനാണ് എങ്കിൽ, ലാഭം കണ്ടെത്താനാണ് എങ്കിൽ അത്തരത്തിലുള്ള ഇടപാടിനെ കുറിച്ചും നമുക്ക് ഷിർക്കത്ത് എന്ന് പറയാവുന്നതാണ്. അതായത് കൂട്ടുകച്ചവടം എന്ന് പറയാവുന്നതാണ്. ഓക്കെ. ഏതായിരുന്നാലും അവയെക്കുറിച്ചുള്ള വിശദ വിവരമാണ് ഈ തത്തിമ്മത്തിലായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന് നോക്കാം. തത്തിമ്മത്തുൻ ഫി ബയാനി അഹ്കാമി ഷിർക്കത്തി, ഷിർക്കത്തിൻ്റെ നിയമങ്ങൾ വിശദീകരിക്കുന്ന തത്തിമ്മത്താണ് എന്നർത്ഥം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഷിർക്കത്തിനെ രണ്ട് ഇനങ്ങളാക്കി തിരിക്കാം. ഒന്ന് കൂട്ടു സ്വത്ത് എന്നുള്ള അർത്ഥത്തിലും മറ്റൊന്ന് കൂട്ടു കച്ചവടം എന്നുള്ള അർത്ഥത്തിലും. അതാണ് ആദ്യം വിശദീകരിക്കുന്നത്. അഷിർക്കത്തു നൗആനി, ഷിർക്കത്ത് രണ്ട് ഇനങ്ങളാണ്. അഹദുഹുമ, അവയിൽ വെച്ച് ഒന്നാമത്തത് ഫീമാ മലകസ്നാനി, രണ്ടു പേർ ഉടമപ്പെടുത്തിയത് കാരണത്താൽ ഉണ്ടാകുന്ന ഷിർക്കത്താണ്. മുഷ്തറക്കൻ, മുഷ്തറക്കൻ എന്ന് പറഞ്ഞാൽ മാലൻ മുഷ്തറക്കൻ എന്നാണ് അർത്ഥം, കൂട്ടുസമ്പത്തിനെ എന്നർത്ഥം. ഓക്കെ. അപ്പോൾ അവിടെയുള്ള ഫീ എന്നുള്ളത് സബബിയ്യത്തായിരിക്കുന്ന അർത്ഥമാണ് അതിനുള്ളത്. പിന്നെ ഇസ്നാനി എന്ന് പറഞ്ഞാൽ രണ്ടു പേർ എന്ന് മാത്രമല്ല, രണ്ടിലധികം പേരാണെങ്കിലും അതിനെക്കുറിച്ച് ഷിർക്കത്ത് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അഹദുഹുമ ഫീമാ മലകസ്നാനി, രണ്ടോ അതിലധികമോ ആളുകൾ ഉടമപ്പെടുത്തിയത് കാരണത്താൽ ഉണ്ടാകുന്ന ഷിർക്കത്താണ് മുഷ്തറക്കൻ, ഒരു കൂട്ടുസമ്പത്തിനെ എന്നർത്ഥം. എങ്ങനെയാണ് ഒരു കൂട്ടുസമ്പത്തിനെ രണ്ടുപേർ ഉടമപ്പെടുത്തുന്നത്? ബിഇർസിൻ, അത് അനന്തരം കിട്ടിയിട്ടാകാം. അല്ലെ, ഒരാൾക്ക് രണ്ട് ആൺമക്കൾ മാത്രമാണുള്ളത് എന്ന് സങ്കല്പിക്കുക. അയാൾ മരിക്കുകയാണ് എങ്കിൽ അയാളുടെ മുഴുവൻ സമ്പത്തും ഈ രണ്ട് മക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്, അനന്തരം എന്നുള്ള രൂപത്തിൽ. ഓക്കെ. അപ്പോൾ അയാളുടെ സമ്പത്ത് അവിടെ കൂട്ടു സ്വത്തായിട്ട് മാറുന്നു, രണ്ടു പേർക്ക് അവകാശപ്പെട്ടതാണ് അല്ലോ. ഓക്കെ. ഇനി ഔഷിറായിൻ, അല്ലെങ്കിൽ വാങ്ങൽ കൊണ്ടും എന്താകാം, ഇത്തരത്തിലുള്ള മാല് മുഷ്തർക്ക് രണ്ടുപേർ ഉടമപ്പെടുത്താം. രണ്ടുപേർ ചേർന്നിട്ട് ഒരു ഭൂമി വാങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുകയാണ് എങ്കിൽ ആ ഭൂമി അല്ലെങ്കിൽ വീടും അതും കൂട്ടുസമ്പത്താണ് എന്ന് നമുക്ക് പറയാം. ഷിർക്കത്ത് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഉപയോഗം നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. അതായത് ലാഭം ലഭിക്കണം, വരുമാനമുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് ഒരു സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഷിർക്കത്ത് എന്ന്, ഷെയർ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള 4 തരത്തിലുള്ള ഷെയർ ബിസിനസ്സുകൾ നമുക്ക് ജനങ്ങൾക്കിടയിൽ കാണാവുന്നതാണ്. അതിന് ഒന്നിന് മാത്രമേ ഇസ്ലാമിക ദൃഷ്ട്യാ സാധൂകരണമുള്ളൂ, സ്വഹീഹായതുള്ളൂ. ബാക്കിയുള്ള 3 ഹറാമാണ്, ബാത്തിലാണ് എന്നർത്ഥം. ഓക്കെ. അതാണ് അടുത്തത് വിശദീകരിക്കുന്നത്. വസാനി അർബഅത്തു അഖ്സാമിൻ, ഷിർക്കത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം, അതായത് ഷെയർ ബിസിനസ് എന്നുള്ള അർത്ഥത്തിലുള്ള ഷിർക്കത്ത് അർബഅത്തു അഖ്സാമിൻ, അത് 4 ഇനങ്ങളാണ്. ഓക്കെ. 4 ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ അവക്ക് പ്രത്യേകിച്ചുള്ള പേരുകളുമുണ്ട്. ഒന്ന് ഷിർക്കത്തുൽ ഐനാന് എന്ന് പറയും, മറ്റേതൊന്ന് ഷിർക്കത്തുൽ അബ്ദാന് എന്ന് പറയും, മറ്റേതൊന്ന് ഷിർക്കത്തുൽ മുഫാവള, മറ്റേതൊന്ന് ഷിർക്കത്തുൽ വുജൂഹ് എന്നുള്ള രൂപത്തിൽ 4 ഷിർക്കത്തുകളാണ് നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ ഷിർക്കത്തുൽ ഐനാന് മാത്രമേ ഇസ്ലാമിക ദൃഷ്ട്യാ ഹലാലായതുള്ളൂ. ഓക്കെ. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ ഒരു ഷിർക്കത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ, ഷെയർ ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പങ്കുചേരുന്ന എല്ലാവരും കാശ് ഇറക്കിയിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. എന്ന് മാത്രമല്ല, ഈ കാശ് ഹൽത്ത് ചെയ്തിരിക്കണം. ഹൽത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ കാശിൽ മാത്രം ബിസിനസ് നടത്തുക, മറ്റേയാൾ അയാളുടെ കാശിൽ മാത്രം ബിസിനസ് നടത്തുക എന്നുള്ള ഒരു രീതി പാടില്ല. മറിച്ച് എല്ലാവരുടെയും സമ്പത്തിൽ എല്ലാവരും കൂടെ ബിസിനസ് നടത്തിയിട്ട് മാത്രമേ ഒരു ഷിർക്കത്ത് സാധൂകരിക്കപ്പെടുന്നുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ നിബന്ധനകൾ പാലിക്കപ്പെടാത്തതിനാൽ ബാക്കിയുള്ള 3 ഷിർക്കത്തുകളും ബാത്തിലായ ഷിർക്കത്താണ്. ഷിർക്കത്തുൽ ഐനാന് മാത്രമേ ശരിയായതുള്ളൂ എന്നർത്ഥം. ഓക്കെ. അതാണ് വസാനി അർബഅത്തു അഖ്സാമിൻ മിൻഹാ ഖിസ്മുൻ സ്വഹീഹുൻ, ആ 4 ഖിസ്മുകളിൽ നിന്ന് ഒന്ന് മാത്രമാണ് സ്വഹീഹായ ഖിസ്മുള്ളത്. വഹുവ, ഓക്കെ. അത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഷിർക്കത്തുൽ ഐനാന് എന്ന് പറയുന്നത്. അത് എങ്ങനെയുള്ള ബിസിനസ്സാണ്? അയ്യഷ്തരിക്കസ്നാനി, രണ്ടോ അല്ലെങ്കിൽ അത് അധികമോ ആളുകൾ പങ്കുചേരലാണ്. ഫി മാലിൽ ലഹുമ, അവർക്ക് രണ്ടു പേർക്കുമുള്ള സമ്പത്തിൽ. അപ്പോൾ ഓരോരുത്തരും കാശെടുത്തിട്ട് ആ കാശിൽ രണ്ടുപേരും പങ്കാളികളാവലാണ്. ലിയത്തജിറാഫിഹി, ആ കാശിൽ രണ്ടു പേർ കൂടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇത്തരത്തിലുള്ള ഒരു ഷിർക്കത്തിന് മാത്രമാണ് ഇസ്ലാമിക ദൃഷ്ട്യാ സാധൂകരണമുള്ളത്. ഇനി വസായിറുൽ അഖ്സാമി ബാത്തിലത്തുൻ, ബാക്കി
ബാക്കിയുള്ള 3 ഖിസ്മുകളും നമ്മൾ നേരത്തെ പറഞ്ഞ ഷിർക്കത്തുൽ അബ്ദാന്, ഷിർക്കത്തുൽ വുജൂഹ്, ഷിർക്കത്തുൽ മുഫാവള എന്നീ 3 ഖിസ്മുകളും ബാത്തിലായതാണ്. ഇനി അതിനെ ഓരോന്നിനെയുമാണ് വിശദീകരിക്കുന്നത്. ആദ്യം ഷിർക്കത്തുൽ അബ്ദാനിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നോക്കാം. കഅൻ യശ്തരിക സ്നാനി, 2 പേർ പങ്കാളികളാകുന്നത് പോലെ, ലിയകൂന കസ്ബുഹുമാ ബൈനഹുമാ, ഓക്കെ, അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് അവർക്കിടയിൽ ആകണം എന്നുള്ള ഒരു നിബന്ധനയോടുകൂടെ, അതുതന്നെ ബി തസാവിൻ, അത് സെയിമായതാകാം, ഔ തഫാവുത്തിൻ, അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടാകാം. ഉദാഹരണത്തിന് 2 ബാർബർമാർ ഒരു വ്യവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് ഇന്നേ ദിവസം നമ്മൾ 2 പേരും നമ്മുടെ ജോലി ചെയ്യുന്നു. ഏതായിരുന്നാലും നമുക്ക് കിട്ടുന്ന കാശ് എന്തു ചെയ്യാം, നമുക്ക് വൈകുന്നേരം കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൻ്റെ പകുതി എനിക്കും പകുതി നിനക്കും, അല്ലെങ്കിൽ 1/3 എനിക്കും 2/3 നിനക്കും എന്നുള്ള രീതിയിൽ വീതിക്കാം എന്നുള്ള ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടുകച്ചവടം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഷിർക്കത്തുൽ അബ്ദാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്താണ്? 2 പേരും ഇവിടെ കാശെടുക്കുന്നില്ല, മറിച്ച് 2 പേരും സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന കാശ് പിന്നീട് വീതിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും സാധൂകരണമുള്ള ഒരു ഇടപാടല്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വിശദീകരിക്കുന്നത് ഷിർക്കത്തുൽ വുജൂഹിനെ കുറിച്ചാണ്. ഒന്ന് നോക്കാം. കഅൻ യശ്തരിക സ്നാനി ഔ ലിയകൂന ബൈനഹുമാ, അവർക്ക് 2 പേർക്കിടയിൽ ആകാൻ വേണ്ടിയിട്ട്, റിബഹു മാ യശ്തരിയാനിഹി ഫി ദിമ്മതിഹിമാ, അവർ 2 പേരും ദിമ്മത്തിലായിട്ട് വാങ്ങുന്ന ഒരു വസ്തുവിൻ്റെ ലാഭം അവർക്ക് 2 പേർക്കും ആകാൻ, ബി മുഅജ്ജലിൻ, അവരത് വാങ്ങുന്നത് മുഅജ്ജലായ സമ്പത്തിനാകാം, അതായത് പിന്നീട് കാശ് തരാം എന്നുള്ള വ്യവസ്ഥയിലാകാം, ഔ ഹാലിൻ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ റൊക്കമായിട്ട് നൽകുന്ന കാശിനാകാം. ഓക്കെ, അതായത് 2 പേർ തമ്മിൽ ഒരു യോജിപ്പിലെത്തുകയാണ്. ഞാനും എന്ത് ചെയ്യും, ഒരു സാധനം ദിമ്മത്തിലായിട്ട് വാങ്ങിക്കും, നീയും ഒരു സാധനം ദിമ്മത്തിലായിട്ട് വാങ്ങിക്കും. ഓക്കെ, പിന്നീട് അത് നമ്മൾ വിൽപ്പന നടത്തിയിട്ട് കിട്ടുന്ന ലാഭമുണ്ടല്ലോ, ആ ലാഭം നമുക്കിടയിൽ വീതിക്കാം എന്നുള്ള വ്യവസ്ഥയിൽ 2 പേര് എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ്, കൂറാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഷിർക്കത്തുൽ വുജൂഹ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ 2 പേരും വ്യത്യസ്തമായ കാശെടുത്തിട്ടാണ് കച്ചവടം ഒരു സാധനം വാങ്ങിയിട്ട് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ 2 പേരും ഹൽത്ത് നടത്തുന്നില്ല, 2 പേരും കാശ് ഇറക്കുന്നുണ്ട് എങ്കിലും 2 പേരും ഹൽത്ത് നടത്തിയിട്ടല്ല, മറിച്ച് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സമ്പത്തിലാണ് കച്ചവടം നടത്തുന്നത്. അതിനുശേഷം കിട്ടുന്ന ലാഭം മാത്രമാണ് വീതിക്കുന്നത്, അതും പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഷിർക്കത്തുൽ വുജൂഹ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷിർക്കത്തുൽ മുഫാവളയെ കുറിച്ചാണ്. ഒന്ന് നോക്കാം. ഔ ലിയകൂന ബൈനഹുമാ കസ്ബുഹുമാ വ റിബഹുമാ ബി ബദനിഹിമാ ഔ മാലിഹിമാ. ഓക്കെ, ഒന്ന് നോക്കാം. ഇനി 2 പേർ പങ്കാളികളാകുന്നത് ഔലിയകൂന ബൈനഹുമാ കസ്ബുഹുമാ, അവരുടെ അധ്വാനം അവർക്കിടയിൽ തന്നെ ആകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വിശദീകരണമാണ് ഇനി അടുത്ത അത്തുഫായിട്ട് വരുന്നത്. വരിബഹുമാ ബി ബദനിഹിമാ, അവരുടെ ശരീരം കൊണ്ടുണ്ടാക്കുന്ന അവർ 2 പേരുടെയും ലാഭം അവർക്കിടയിലാകണം. ഓക്കെ, ശരീരം കൊണ്ട് ലാഭമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബാർബർമാർ, ടൈലർമാരും ഒക്കെ എങ്ങനെയാണ്, ശരീരം കൊണ്ട് അധ്വാനിച്ചിട്ടാണ് കാശുണ്ടാക്കുന്നത്, ലാഭമുണ്ടാക്കുന്നത് അല്ലേ. ഈ ലാഭം കിട്ടുന്ന കാശ് വീതിക്കണം എന്നുള്ള രൂപത്തിൽ 2 പേർ പങ്കാളികളാകുന്നു. ഔ മാലിഹിമ, അല്ലെങ്കിൽ അവർ 2 പേരുടെയും സമ്പത്ത് കൊണ്ടുണ്ടാക്കുന്ന ലാഭം എന്നർത്ഥം. അതായത് സ്വന്തം കാശിറക്കിയിട്ട് ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന ലാഭം 2 പേർക്കിടയിൽ വീതിക്കണം എന്നുള്ള രൂപത്തിൽ 2 പേർ പങ്കാളികളാകുന്നു. ഓക്കെ, ഇവിടെ സമ്പത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിൻ ഗൈരി ഖൽത്തിൻ എന്നുള്ളതാണ്. അതായത് 2 പേരും എന്ത് ചെയ്യുന്നു, സ്വതന്ത്രമായിട്ട് ബിസിനസ് ചെയ്യുന്നു. എൻ്റെ കാശ് കൊണ്ട് ഞാനും മറ്റവൻ്റെ കാശ് കൊണ്ട് അവനും കച്ചവടം ചെയ്യുന്നു. എന്നാൽ പിന്നീട് കിട്ടുന്ന ലാഭം 2 പേർക്കിടയിലും വീതിക്കണം എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, എന്ന് മാത്രമല്ല വഅലൈഹിമ, അവർ 2 പേരുടെ മേലിലും ബാധ്യതയായിട്ടുണ്ടാകും മാ യഅ്ലുദു മിൻ ഗുർമിൻ, എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുകയാണ് എങ്കിൽ. അപ്പോൾ 2 പേരുടെയും ബിസിനസ്സിലോ അല്ലെങ്കിൽ വ്യവഹാരത്തിലോ എന്തെങ്കിലും നഷ്ടം വരികയാണ് എങ്കിൽ 2 പേരും സഹിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി ഉണ്ടായിരിക്കെ ഈ രൂപത്തിൽ 2 പേർ കൂട്ടാവുന്നതിനെ കുറിച്ചാണ്, പങ്കാളികളാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഷിർക്കത്തുൽ മുഫാവള എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഇസ്ലാമിക ദൃഷ്ട്യാ ബാത്തിലാണ്, പാടില്ലാത്തതാണ് എന്നർത്ഥം. അപ്പോൾ കൂട്ടുകച്ചവടം എന്നുള്ള അർത്ഥത്തിൽ 4 രൂപങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിലുള്ള ആദ്യം പറഞ്ഞ ഷിർക്കത്തുൽ ഇനാന് മാത്രമേ സാധൂകരണമുള്ളതുള്ളൂ എന്നും നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അതിൽ പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് നോക്കാം. വശുരിത ഫീഹ, ഈ ഷിർക്കത്തിന്റെ വിഷയത്തിൽ നിബന്ധനയാക്കപ്പെട്ടിരിക്കുന്നു ലഫ്ലുൻ യദുല്ലു അലൽ ഇദ്നി ഫി തസറുഫി. ഓക്കെ, തസറുഫ് നടത്തുന്നതിന് സമ്മതിക്കുന്ന രീതിയിലുള്ള ഒരു ലഫ്ല് അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഞാനും മറ്റൊരാളും തമ്മിലാണ് ഷിർക്കത്ത് നടത്തുന്നത് എങ്കിൽ ഞാനും കാശിറക്കും
മറ്റേയാളും കാശിറക്കും അല്ലേ. എൻ്റെ കാശിൽ നിനക്ക് എന്ത് ചെയ്യാനുള്ള വ്യവഹാരം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ അവനോടും അവൻ എന്നോടും അത് പറഞ്ഞിരിക്കണം. അതാണ് ലഫ്ലുൻ യദുല്ലു അലൽ ഇദ്നി ഫി തസറുഫി ബിൽ ബൈഇ വശിറാഇ. അത് വിൽപ്പന നടത്തിക്കൊണ്ടും വാങ്ങിക്കൊണ്ടും എന്നർത്ഥം. അപ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കാശിൽ ഞാൻ നിനക്ക് അനുവാദം നൽകുന്നുവെന്ന് ഞാനും മറ്റേയാൾ നേരെ തിരിച്ചും പറയേണ്ടതാണ്. ഇനി ഫലവ്യഖതസറ അല ഇഷ്തറക്ന. ഓക്കെ, ഇഷ്തറക്ന എന്ന് മാത്രമായിട്ട് ചുരുക്കുകയാണ് എങ്കിൽ, ഓക്കെ, രണ്ടുപേർ തമ്മിൽ ഇഷ്തറക്ന എന്ന് മാത്രം പറഞ്ഞാൽ ലം യക്ഫി അനിൽ ഇദ്നി ഫീഹി, ഇവിടെ തസറുഫ് നടത്താനുള്ള സമ്മതം വേണം എന്ന് പറഞ്ഞതിന് അത് മതിയാവുകയില്ല. ഇഷ്തറക്ന എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകൂല, മറിച്ച് ഞാൻ നിന്നെ അനുവദിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ലഫ്ള് തന്നെ അവിടെ ഉപയോഗിക്കണമെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വയതസല്ലത്തു കുല്ലു വാഹിദി മിൻഹുമ. ഏതായിരുന്നാലും ഒരു ശിർക്കത്തുൽ ഇനാൻ നടന്നു കഴിഞ്ഞാൽ വയതസല്ലത്തു കുല്ലു വാഹിദി മിൻഹുമ, അവർ രണ്ടു പേരിൽ നിന്നുള്ള ഓരോരുത്തരും ആധിപത്യം ചെലുത്തുന്നതാണ് അല തസറുഫി, തസറുഫ് നടത്തുന്നതിൻ്റെ മേൽ. അതായത് ആ കൂട്ടായിരിക്കുന്ന സമ്പത്ത് രണ്ടു പേർക്കും തസറുഫ് നടത്താവുന്നതാണ്, അതിനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ബിലാ ലററിൻ അസ്ലൻ. ഓക്കെ, അടിസ്ഥാനപരമായിട്ട് യാതൊരു ലററും കൂടാതെ മറ്റവനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിലെ തസറുഫ് നടത്താവൂ. ഓക്കെ, അതെങ്ങനെയാണ്? ബി അൻ യകൂന ഫീഹി മസ്ലഹത്തുൻ, അങ്ങനെ തസറുഫ് നടത്തിയത് കൊണ്ട് ഒരു ഉപകാരമുണ്ട് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അതായത് ഈ സാധനം ഇപ്പോൾ വാങ്ങുന്നത് ലാഭമാണ്, കുറച്ച് കഴിഞ്ഞ് വിറ്റാൽ അതിൻ്റെ ലാഭം കിട്ടും, ഓക്കെ, എന്നുള്ള ഒരു രൂപത്തിൽ ഒരു മസ്ലഹത്തുണ്ട് എങ്കിൽ രണ്ടു പേർക്കും ആ സമ്പത്ത് കൊണ്ട് സാധനം വാങ്ങാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബിലാ ലററിൻ അസ്ലൻ എന്ന് പഠിച്ചല്ലോ. അതായത് അടിസ്ഥാനപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത തരത്തിലുള്ള തസറുഫാണ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഫലാ യബീഉ, കൂട്ടു കച്ചവടത്തിൽ ഏർപ്പെട്ട ഒരു ശരീക്ക് ഒരു സാധനം വിൽപ്പന നടത്താൻ പാടില്ല. ബി സമനി മിസ്ലിൻ, അതിൻ്റെ യഥാർത്ഥ വില കൊണ്ട് വിൽപ്പന നടത്താൻ പാടില്ല. ഏതവസരത്തിൽ? വസമ്മ റാഗിബുൻ ബി അസിയദ, കൂടുതൽ വില കൊടുത്തുകൊണ്ട് ആ സാധനം വാങ്ങിക്കാൻ തൽപരനായ ഒരാൾ അവിടെ ഉണ്ടായിരിക്കെ, അതായത് 10 രൂപയുടെ പേന 12 രൂപക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാൾ ഉണ്ടായിരിക്കെ ആ പേന പിന്നീട് 10 രൂപക്ക് മറ്റൊരാൾക്ക് വിൽക്കരുത്, മറിച്ച് 12 രൂപ നൽകുന്ന ആൾക്ക് തന്നെ വിൽക്കേണ്ടതാണ്. അതുപോലെ വലാ യുസാഫിറു ബിഹി, ഈ സമ്പത്ത് കൊണ്ട് ഒരാൾ യാത്ര ചെയ്യാനും പാടില്ല. യാത്ര എന്നുള്ളത് സമ്പത്തുകൾക്ക് കൂടുതൽ നാശം വരാൻ സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരു ശരീക്ക് ആ സമ്പത്ത് കൊണ്ട് യാത്ര ചെയ്യാനും പാടില്ല. ഹൈസു ലം യുൽതറ ഇലൈഹി, ആ യാത്രയിലേക്ക് അത്യാവശ്യമാക്കപ്പെടുന്ന അവസരത്തിലല്ലാതെ. ഓക്കെ, അപ്പോൾ യാത്ര ചെയ്താലേ ഇനി നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ യാത്ര ചെയ്യാവുന്നതാണ്. ഏതുപോലെ? ലിനഹ്വി ഖഹ്തിൻ, ക്ഷാമം പോലത്തത് കാരണത്താലോ, വഖൗഫിൻ, അല്ലെങ്കിൽ പേടി പോലത്തത് കാരണത്താലോ. അതായത് ആ സമ്പത്തുള്ള നാട്ടിൽ ഇപ്പോൾ വളരെ ക്ഷാമമാണ്, അവിടെ കൂടുതൽ കാലം നിൽക്കാൻ വയ്യ, അല്ലെങ്കിൽ ഈ നാട്ടിൽ ഇപ്പോൾ കൂടുതൽ കൊള്ളക്കാരിറങ്ങിയിട്ടുണ്ട്, അവർ ആ സമ്പത്ത് കട്ടുകൊണ്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട്. ഇത്തരം അവസരങ്ങളിലൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്? ആ സമ്പത്ത് കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ്, ലറൂറത്തിന് വേണ്ടിയിട്ട്. എന്നതല്ലാതെ വെറുതെ യാത്ര ചെയ്യാൻ പാടില്ല. എന്ന് മാത്രമല്ല വലാ യുബ്ലിഉഹു, ആ ഒരു സമ്പത്തിനെ ഇബ്ലാ നടത്താനും പാടില്ല. ഇബ്ലാഅ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരാൾ ആ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു സാധനം വാങ്ങിയിട്ട് ആ സാധനത്തിന് പണിയെടുക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. ഉദാഹരണത്തിന് 2 പേർ ഓരോ 1,00,000 രൂപ എടുത്തിട്ടാണ് ഒരു കൂട്ടുകച്ചവടം നടത്തുന്നത്. അതിലുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും കുറച്ച് കാശെടുത്തിട്ട് ഒരു തയ്യൽ മെഷീൻ വാങ്ങിക്കുന്നു. ഈ തയ്യൽ മെഷീൻ അവൻ എന്ത് ചെയ്യുകയാണ്? മൂന്നാമതൊരാൾക്ക് കൊടുത്തിട്ട് പറയുന്നു, നീ ഇതുകൊണ്ട് എന്ത് ചെയ്തോ? നീ ഒരു ടൈലർ ഷോപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങൾക്ക് നൽകണം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇബ്ലാ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ അതിലുള്ള ഒരു ശരീക്ക് മാത്രം ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഇബ്ലാ നടത്താനും പാടില്ല. ബിഗൈരി ഇദ്നിഹി, മറ്റേയാളുടെ സമ്മതമില്ലാതെ. കാരണം ഇതൊരു കൂട്ടു സ്വത്താണ്, രണ്ടുപേരുടെയും സമ്മതമുണ്ടായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. ഇനി ഫൈൻ സാഫറ ബിഹി, ഇനി ആ സമ്പത്ത് കൊണ്ട് ഒരു ശരീക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ലോമീന, അവൻ അതിന് ഉത്തരവാദിയാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ യാത്രയിൽ വെച്ചിട്ട് ആ സമ്പത്ത് നശിച്ചു പോയാൽ അവൻ അതിനുള്ള കാശ് എടുക്കേണ്ടി വരുമെന്നർത്ഥം. എന്നാൽ വസഹ തസറുഫുഹു, അവൻ്റെ തസറുഫെല്ലാം ശരിയാകുന്നതുമാണെന്ന് പറഞ്ഞാൽ ഇനി അഥവാ ആ യാത്ര ശരിയായിട്ട് നടന്ന് മറ്റൊരു നാട്ടിലേക്ക് എത്തിയാൽ പിന്നീട് ആ സമ്പത്ത് കൊണ്ട് അവന് കച്ചവടം നടത്താവുന്നതാണ്, കുഴപ്പമില്ല എന്നർത്ഥം. ഇനി ഔ അബ്ലാഹു, ഇനി ഒരാൾ ആ ഒരു മാലിനെ ഇബ്ലാ നടത്തിയാൽ, ഇബ്ലാ നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബിദഫ്ഇഹി, അവൻ ആ സമ്പത്ത് നൽകുന്നത് കൊണ്ട്. സമ്പത്ത് നൽകുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട്, ഉദാഹരണത്തിന് ഒരു തയ്യൽ മെഷീൻ വാങ്ങിയിട്ട് അതിനെ
എങ്ങനെ നൽകുന്നു? ലിമൻ ഒരുത്തനിക്ക്, മൂന്നാമതൊരാൾക്ക് നൽകുന്നു. അവന്റെ പ്രത്യേകത എന്താണ്? യഅ്മലു ലഹുമാ ഫീഹി വലൗ തബർറുഅൻ. യഅ്മലു ലഹുമാ, ഇവർ രണ്ടു പേർക്കും വേണ്ടിയിട്ട് ആ മൂന്നാമതൊരാൾ പണിയെടുക്കുന്നു, ഫീഹി ആ തയ്യൽ മെഷീനിൽ, വലൗ തബർറുഅൻ അത് വെറുതെയായാലും വേണ്ടില്ല. അപ്പോൾ മൂന്നാമതൊരാൾ യാതൊരു കൂലിയും വാങ്ങാതെയാണ് ആ തയ്യൽ മെഷീൻ കൊണ്ട് പണിയെടുത്തിട്ട് അതിൻ്റെ കാശ് ഇവർക്ക് നൽകുന്നത്. എന്നാലും ഇങ്ങനെ ഒരാൾ ഇബ്ലാ നടത്തിയാൽ ബിലാ ഇദ്നിൻ, മറ്റേയാളുടെ സമ്മതമില്ലാതെ, മറ്റേ ശരീക്കിൻ്റെ സമ്മതമില്ലാതെ ഇങ്ങനെയൊക്കെ നടത്തിയാൽ ലമിന ഐളൻ, പിന്നീട് ആ സമ്പത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ അതിന് ലമാനുണ്ടായിരിക്കുന്നതാണ്, അവൻ അതിൻ്റെ കാശ് ഏറ്റെടുക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഏതായിരുന്നാലും രണ്ടുപേർ കൂട്ടുകച്ചവടം നടത്തി. പിന്നീടുള്ള കൂട്ടുകച്ചവടത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. വൽരിബ്ഹു വൽ ഖുസ്റാനു ബിഖദ്രിൽ മാലൈനി. ഇനി ഇങ്ങനെ കൂട്ടുകച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം, വൽരിബ്ഹു വൽ ഖുസ്റാനു ബിഖദ്രിൽ മാലൈനി, രണ്ടുപേരും എടുത്തിട്ടുള്ള സമ്പത്തിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് വീതിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, അതായത് ഒരു കൂട്ടുകച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് രണ്ടുപേർ പകുതി വീതം കാശാണ് എടുത്തത്. ഒരാൾ 1,00,000 രൂപ, മറ്റേയാളും 1,00,000 രൂപയാണ് എടുത്തത് എങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൻ്റെ പകുതി വീതമായിട്ടാണ് ഓരോരുത്തർക്കും വീതിക്കേണ്ടത്. ഇനി ആ ബിസിനസ്സിന് നഷ്ടമാണ് വന്നത് എങ്കിലോ പകുതി നഷ്ടം വീതമാണ് ഓരോരുത്തരും സഹിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി അതുപോലെ ഒരാൾ 1,00,000 രൂപയും മറ്റേയാൾ 3,00,000 രൂപയുമാണ് എടുത്തത് എങ്കിൽ അവിടെ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും 1/4 3/4 എന്നുള്ള രൂപത്തിലാണ് വീതം വെക്കേണ്ടത്. ഓക്കെ, ഇനി ഫൈൻ ഷറത്താ ഖിലാഫഹു, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് രണ്ടുപേരും നിബന്ധന വെക്കുന്നത് എങ്കിൽ, രണ്ടുപേരും ഓരോ 1,00,000 രൂപയാണ് എടുത്തത്. എന്നിട്ട് അവർ നിബന്ധന വെക്കുന്നത് എങ്ങനെയാണ്? 1/4 ലാഭം ഒരാൾക്കും 3/4 ലാഭം മറ്റൊരാൾക്കുമാണ് എന്നുണ്ടെങ്കിൽ ഫസദൽ അഖ്ദു, അതോടുകൂടെ അവിടെ ശിർക്കത്ത് എന്നുള്ള അഖ്ദ് തന്നെ ഫാസിദായി പോകുന്നതാണ്. ഷിർക്കത്ത് തന്നെ ഫാസിദായി പോകുന്ന ഇത്തരം വേളകളിൽ പിന്നീട് എന്താണ് അവർ ചെയ്യേണ്ടത്? ഫലിക്കുല്ലിൻ, അപ്പോൾ അവിടെയുള്ള ഓരോരുത്തർക്കും അവകാശമാണ് അലൽ ആഖരി, മറ്റേയാളുടെ മേൽ, ഉജറത്തു അമലിഹി ലഹു, ആ മറ്റേയാൾക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ജോലിയുടെ കൂലി എന്നർത്ഥം. അതായത് ഇവിടെ അത്തരത്തിലുള്ള ഒരു ഷർത്ത് വെച്ചത് കാരണത്താൽ ഷിർക്കത്തു തന്നെ റെഡിയാകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? രണ്ടുപേർ അവരുടെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൽ ബിസിനസ് നടത്തുന്നു അല്ലേ? അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്? മറ്റേയാളുടെ സമ്പത്തിൽ ക്രയവിക്രയം നടത്തിയിട്ട് ലാഭമുണ്ടാക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ കൂലി ഓരോരുത്തരും മറ്റേയാൾക്ക് നൽകേണ്ടതാണ്. വനഫദ തസറുഫു മിൻഹുമ മഅ ദാലിക, ഇതോടുകൂടെ തന്നെ, അതായത് ഈ ഒരു അഖദ് ഫാസിദാണ് എങ്കിലും അവർ രണ്ടുപേരും നടത്തുന്ന തസറുഫുകളെല്ലാം നടപ്പിലാകുന്നതുമാണ്. ലിൽ ഇതിനി, അവർ തമ്മിൽ പരസ്പരം സമ്മതമുണ്ടായത് കാരണത്താൽ, അതായത് എൻ്റെ സമ്പത്ത് നീയും നിന്റെ സമ്പത്ത് ഞാനും തസറുഫ് നടത്താൻ രണ്ടുപേരും സമ്മതം കൊടുക്കുന്നുള്ളതിനാൽ തന്നെ തസറുഫ് എല്ലാം റെഡിയാകുന്നതാണ്. പക്ഷേ ഷിർക്കത്ത് എന്നുള്ള ഇടപാടനുസരിച്ച് ആയിരിക്കുകയില്ല അതിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്നർത്ഥം. ഓക്കെ, കാരണം ഇവിടെയുള്ള ലാഭവും നഷ്ടവും വരുന്നത് അവരെടുത്തിട്ടുള്ള കാശിൻ്റെ ഖദറിനനുസരിച്ചിട്ടല്ല, മറിച്ച് അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ കൂലി എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ രണ്ടു പേർക്കും കൂലി കൊടുത്തതിന് ശേഷവും ആ ബിസിനസ്സിൽ നിന്നുള്ള ലാഭം അവിടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ലാഭം പിന്നീട് രണ്ടുപേർ തമ്മിലും വീതിച്ചെടുക്കേണ്ടത് അവരെടുത്തിട്ടുള്ള മൂലധനത്തിൻ്റെ ഖദറിനനുസരിച്ച് തന്നെയാണ്. ഓക്കെ, ഏതായിരുന്നാലും രണ്ടുപേർ ഷിർക്കത്ത് എന്നുള്ള ഇടപാടിൽ ഏർപ്പെട്ടു. എന്നാൽ അവരിൽ ഒരാൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരാൾക്ക് ഭ്രാന്തായി എന്നുണ്ടെങ്കിൽ അതോടുകൂടെ ഷിർക്കത്ത് എന്നുള്ള ഇടപാട് തന്നെ ക്യാൻസലായി പോകുന്നതാണ്. അതാണ് അടുത്തത്. വതംഫസിഹു, ഷിർക്കത്ത് ക്യാൻസലായി പോകുന്നതാണ്. ബി മൗത്തി അഹദിഹിമ, അവരിൽ നിന്നുള്ള ഒരാളുടെ മരണം കൊണ്ട്, വജുനൂനിഹി, ഒരാൾ ഭ്രാന്തനാവുന്നത് കൊണ്ടും. ഓക്കെ, അപ്പോൾ ഒരാൾ ഭ്രാന്തനായി അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോയാൽ അതോടുകൂടെ ആ ഷിർക്കത്ത് ക്യാൻസലായി പോകുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വയുസദ്ദഖു, ഇനി ആ രണ്ട് ശരീക്കന്മാരിലുള്ള ഒരു ശരീക്ക് സത്യമാക്കപ്പെടുന്നതാണ്. ഫി ദഅവ റദ്ദി ഇലാ ശരീക്കിഹി, തൻ്റെ കൂട്ടാളിക്ക്, തൻ്റെ ശരീക്കിനിക്ക് ഇന്നാലിന്ന വസ്തു ഞാൻ തിരികെ നൽകിയിട്ടുണ്ട് എന്നുള്ള വാദത്തിൽ. ഓക്കെ, ഇനി വഫിൽ ഖുസ്റാനി, ഇന്നാലിന്ന ഇടപാടിൽ എനിക്ക് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വാദത്തിൽ. വത്തലഫി, എൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു വസ്തു നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ള വാദത്തിൽ. അപ്പോൾ ഒരാൾ ഇങ്ങനെയൊക്കെ വാദിക്കുകയാണ് എങ്കിൽ അവനെ സത്യമാക്കപ്പെടേണ്ടതാണ് എന്നുള്ളതുപോലെ. വഫി ഖൗലിഹി, അവിടെ ഒരു വാവ് കൂടി ഇട്ട് കൊടുക്കണം. വഫി ഖൗലിഹി ഇഷ്തറൈതുഹു ലി ഔ ലി ഷിർക്കത്തി, ഈ ഒരു സാധനം ഞാൻ
വാങ്ങിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഷിർക്കത്തിന് വേണ്ടിയിട്ടാണ്, കൂട്ടു കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നവൻ പറയുകയാണെങ്കിൽ ആ വിഷയത്തിലും അവന് സത്യമാക്കേണ്ടതാണ്. എന്നാൽ ലാഫി ഖൗലിഹി ഇഖ്തസംന വസാറ മാ ബിയദീലി, ഇഖ്തസംന വസാറ മാ ബിയദീലി എന്നുള്ള അവൻ്റെ ഖൗലിൽ അവൻ സത്യമാക്കപ്പെടുകയില്ല. അതായത് ഇഖ്തസംന, ഞങ്ങളുടെ ഷെയർ ബിസിനസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ലാഭമൊക്കെ വീതിച്ചു കഴിഞ്ഞിട്ടുണ്ട്, വസാറ മാ ബിയദീലി, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശെല്ലാം അത് എൻ്റേതു മാത്രമാണ് എന്നൊരാൾ വാദിച്ചാൽ അവൻ സത്യമാക്കപ്പെടുകയില്ല. മാ ഖൗലിൽ ആഖരി, മറ്റേ ശരീക്ക് പറയുന്നതോടുകൂടെ എന്താണ് അവൻ പറയുന്നത്? ലാ, അങ്ങനെയല്ല, ബൽ ഹുവ മുഷ്തറക്കുൻ, ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ളത് മുഷ്തറക്കായിരിക്കുന്ന എനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്താണ് എന്നാണ് മറ്റേ ശരീക്ക് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു ശരീക്ക് പറയുന്ന ഇഖ്തസംന വസാറ മാ ബിയദീലി എന്നുള്ള വിഷയത്തിൽ അവനെ സത്യമാക്കുകയില്ല. അപ്പോൾ ഫൽ മുസദ്ദഖു അൽ മുൻകിറു, അപ്പോൾ അവിടെ സത്യമാക്കപ്പെടുന്നത് മുൻകിറായിട്ടുള്ള, അതായത് ഞങ്ങൾ വീതിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളായിരിക്കും. കാരണം എന്താ? ലി അന്നൽ അസ്ല അദമുൽ ഖിസ്മത്തി, കാരണം ഖിസ്മത്ത് നടന്നിട്ടുണ്ടോ ഇല്ലയോ, കച്ചവടമൊക്കെ നടന്നു കഴിഞ്ഞ് അവർ ലാഭം വീതിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ അസ്ലായിട്ടുള്ള കാര്യം എന്താണ്? വീതിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വാദിക്കുന്ന ശരീക്കായിരിക്കും അവിടെ സത്യമാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വലോ ഖബല വാരിസുൻ ഹിസ്സതഹു മിൻ ദൈനി മുവദ്ദിസിഹി ഷാറകഹുൽ ആഖറു. ഓക്കെ, നമ്മൾ ആദ്യം ഷിർക്കത്തിനുള്ള അർത്ഥം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? കൂട്ടുസ്വത്ത് എന്നായിരുന്നല്ലോ. അപ്പോൾ ഒരാളെ സങ്കല്പിക്കുക, അയാൾക്ക് 2 മക്കളാണ്, 2 ആൺമക്കളാണ് അനന്തരാവകാശികളായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആ മനുഷ്യൻ്റെ സ്വത്ത് മുഴുവൻ ഇവർക്ക് 2 പേർക്കും കൂട്ടുസ്വത്തായിട്ടുള്ളതാണ്. ഈ അവസരത്തിൽ വലോ ഖബല വാരിസുൻ, ഒരു അനന്തരാവകാശി സ്വീകരിച്ചാൽ, ഹിസ്സതഹു അവൻ്റെ ഓഹരി സ്വീകരിച്ചാൽ, മിൻ ദൈനി മുവദ്ദിസിഹി അവൻ്റെ മുവദ്ദിസിൻ്റെ കടത്തിൽ നിന്നും. ഓക്കെ, ഒരാളുടെ മുവദ്ദിസ് എന്ന് പറഞ്ഞാൽ അവൻ ആരുടെ വാരിസാണോ, അതായത് നമ്മുടെ ഉദാഹരണത്തിൽ ആ മകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുവദ്ദിസാണ് അവൻ്റെ മരിച്ചുപോയ ഉപ്പ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഉപ്പാക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നു? മറ്റൊരാൾ 1,00,000 രൂപ കടം വീട്ടാനുണ്ടായിരുന്നു. ഓക്കെ, ഈ കടം വീട്ടാനുണ്ടായിരിക്കെയാണ് ആ ഉപ്പ മരിച്ചു പോയത്. അപ്പോൾ ആ 1,00,000 രൂപയിൽ നിന്നും 50,000 രൂപ ഒരു മകൻ അവകാശപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ആ 50,000 രൂപ ഒരു മകൻ എന്ത് ചെയ്തു? ആ മൂന്നാമത്തെ ആളിൽ നിന്നും വാങ്ങി എന്ന് കരുതുക. അതാണ് വലോ ഖബല വാരിസുൻ ഹിസ്സതഹു മിൻ ദൈനി മുവദ്ദിസിഹി എന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഷാറകഹുൽ ആഖറു, ആ ഒരു ഹിസ്സത്തിൽ എന്ത് ചെയ്യുന്നതാണ്? മറ്റേയാളും അവനോട് പങ്കാളിയാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവൻ 50,000 രൂപയാണ് വാങ്ങിച്ചത് എങ്കിലും അതിലുള്ള 25,000 രൂപക്ക് മറ്റേ മകനും അവകാശിയാണ് എന്നർത്ഥം. ഓക്കെ, കൂട്ടുസ്വത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ കൂട്ടു കച്ചവടത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു ചെറിയ മാറ്റം നമ്മൾ മനസ്സിലാക്കണം. കൂട്ടുസ്വത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരാൾ തൻ്റെ ഹിസ്സത്ത് മാത്രം കൈപ്പറ്റിയാലും മറ്റേയാൾ ആ ഹിസ്സത്തിൽ അവകാശിയാണ് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. ഇനി കൂട്ടു കച്ചവടത്തിൽ ഏർപ്പെട്ട 2 പേർ, ഉദാഹരണത്തിന് അബ്ബാസും മുന്തിറും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടു കച്ചവടത്തിൽ ഏർപ്പെട്ടതാണ്. 2 പേർക്കും കൂടെ ഒരു അടിമയുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വലോ ബഅ ശരീകാനി അബ്ദഹുമ, ഈ അബ്ബാസും മുന്തിറും കൂടെ ആ അടിമയെ വിൽപ്പന നടത്തി, സഫഖത്തൻ ഒരൊറ്റ ഇടപാടായിട്ട്. ഓക്കെ, അതായത് ഒരാൾക്ക് വദൂദിന് അവരെന്ത് ചെയ്യുകയാണ്? 1,00,000 രൂപക്ക് തങ്ങളുടെ അടിമയെ വിൽക്കുകയാണ്. വഖബല അഹദുഹുമാ ഹിസ്സതഹു, എന്നിട്ട് ആ 1,00,000 രൂപയിൽ തൻ്റെ ഹിസ്സത്ത്, തൻ്റെ ഭാഗം എന്ത് ചെയ്തു? അബ്ബാസ് കൈപ്പറ്റി എന്ന് കരുതുക. അപ്പോൾ വദൂദിൻ്റെ കയ്യിൽ നിന്നും 50,000 രൂപ ആര് കൈപ്പറ്റി? അബ്ബാസ് കൈപ്പറ്റി. അങ്ങനെയെങ്കിൽ ലം യുശാരിക്കുഹുൽ ആഖറു, മറ്റേയാൾ അതായത് മുൻസിർ ആ 50,000 രൂപയിൽ ഈ അബ്ബാസിനോട് പങ്കാളിയാവുകയില്ല. എന്ന് പറഞ്ഞാൽ ആ 50,000 രൂപ അബ്ബാസിന് തന്നെ അവകാശപ്പെട്ടതാണ്. മുൻസിറിനുള്ള 50,000 അവൻ പിന്നീട് പോയിട്ട് വദൂദിനോട് ചോദിക്കണമെന്നർത്ഥം. ഓക്കെ, ഇനി നവവി ഇമാമിൻ്റെ ഒരു ചെറിയ ഫത്വയാണ് അടുത്ത ഫായിദയിലായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കാം. ഫായിദത്തുൻ അഫ്തൻ നവവിയു കബ്നു സലാഹ്, ഇബ്നു സലാഹ് റഹിമഹുല്ലയെ പോലെ നവവി ഇമാം ഫത്വ നൽകിയിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? ഫീമൻ, ഒരുത്തൻ്റെ വിഷയത്തിൽ. ഗസബ നഹ്വ നഖദിൻ ഔ ബുർരിൻ, ഓക്കെ, നാണയം പോലോത്ത ഗോതമ്പ് പോലോത്ത ഒരു സാധനം അവൻ മറ്റൊരാളിൽ നിന്നും കട്ടെടുത്തു, തട്ടിപ്പറിച്ചെടുത്തു. വഖലതഹു ബിമാലിഹി, എന്നിട്ട് ആ തട്ടിപ്പറിച്ചെടുത്ത ആ ഒരു സമ്പത്ത് സ്വന്തം
സ്വന്തം സമ്പത്തുമായിട്ട് അവൻ കൂട്ടിക്കലർത്തുകയും ചെയ്തു. ഓക്കെ, അതായത് കുറച്ച് സ്വർണ്ണ നാണയം കട്ടെടുത്ത് സ്വന്തം പണക്കിഴയിലേക്ക് ഇട്ടു, അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് കട്ടെടുത്തുകൊണ്ട് സ്വന്തം ഭരണിയിലേക്ക് ഇട്ടു. വലം യതമയ്യസ്, പിന്നീട് ആ കട്ടെടുത്ത സമ്പത്ത് വേർതിരിക്കാൻ കഴിയുന്നുമില്ല. ഓക്കെ, അതായത് കട്ടെടുത്തത് ഏതാണ്, തൻ്റെ സമ്പത്ത് ഏതാണ് എന്നുള്ള രീതിയിൽ വേർതിരിക്കാനും കഴിയുകയില്ല എങ്കിൽ അവിടെ നവവി ഇമാം ഫത്വ നൽകിയിട്ടുണ്ട്. എങ്ങനെ? ബി അന്നലഹു, തീർച്ചയായിട്ടും ആ ഗാസിബിനിക്ക് ജായിസാണ് ഇഫ്രാസ ഖദിരിൽ മഖ്സൂബി. ഓക്കെ, അവൻ കട്ടെടുത്തിട്ടുള്ള അല്ലെങ്കിൽ തട്ടിപ്പറിച്ചിട്ടുള്ള ആ സമ്പത്തിൻ്റെ ഖദർ അത് എത്രയാണോ എന്ന് വെച്ചാൽ അതിനെ മാത്രം വേർതിരിച്ച് പുറപ്പെടുപ്പിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ 1 കിലോ ഗോതമ്പാണ് അവൻ കട്ടെടുത്തത് എങ്കിൽ 1 കിലോ ഗോതമ്പ് തൻ്റെ ആ ധാന്യക്കൂമ്പാരത്തിൽ നിന്നും എടുത്തിട്ട് അത് മറ്റേയാൾക്ക് കൊണ്ടുകൊടുത്താൽ മതി എന്നർത്ഥം. വയഹില്ലുലഹു തസറുഫ് ഫിൽ ബാഖി, ബാക്കിയുള്ള അവൻ്റെ സമ്പത്തിൽ അവൻ എന്ത് ചെയ്യാവുന്നതാണ്, തസറുഫ് നടത്താവുന്നതാണ്, ഹലാലാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഷുഫഅത്തിൻ്റെ അവകാശത്തെക്കുറിച്ചാണ്. 2 പേർക്ക് അവകാശപ്പെട്ട ഒരു കൂട്ടു സ്വത്ത് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഉദാഹരണത്തിന് ഹക്കീമിനും അജ്മലിനും കൂടെ ഒരു 10 സെൻറ്റ് ഭൂമിയുണ്ട്. അതിൽ 5 സെൻറ്റ് ഭൂമി ഹക്കീമിനും 5 സെൻറ്റ് ഭൂമി അജ്മലിനും അവകാശപ്പെട്ടതാണ്. എന്നാൽ ഏത് ഭാഗമാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് എന്നുള്ള കാര്യം നിർണിതമല്ല, മറിച്ച് 10 സെൻറ്റ് ഭൂമി 2 പേർക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ് അത് ഇതുവരെ ഉള്ളത്. ഓക്കെ, ഈ അവസരം എന്ത് ചെയ്യുകയാണ്, ഹക്കീം തനിക്ക് അവകാശപ്പെട്ട ആ ഒരു ഭൂമി എന്ത് ചെയ്യുകയാണ്, മൂന്നാമതൊരാൾക്ക് വിൽപ്പന നടത്തുകയാണ്. ഉദാഹരണത്തിന് അബൂ തോഹിറിന് 5 ലക്ഷം രൂപക്ക് തനിക്ക് അവകാശപ്പെട്ട 5 സെൻറ്റ് ഭൂമി ഹക്കീം വിൽപ്പന നടത്തുകയാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഈ അവസരത്തിൽ അജ്മലിന് എന്തുണ്ടായിരിക്കുന്നതാണ്, അവിടെ ഷുഫഅത്തിൻ്റെ അവകാശമുണ്ടായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ അബൂ തോഹിർ എത്ര രൂപക്കാണോ ആ വസ്തു വാങ്ങിയിട്ടുള്ളത് അത്രയും രൂപ, അതായത് 5 ലക്ഷം രൂപ അബൂ തോഹിറിന് നൽകിക്കൊണ്ട് ആ 5 സെൻറ്റ് ഭൂമി കൂടി കൈക്കലാക്കാനുള്ള അവകാശം അവിടെ അജ്മലിനുണ്ടായിരിക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഷുഫഅത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആനുകൂല്യം ഒരു ഷഫീഇന്, ഇവിടെയുള്ള അജ്മലിന് ഇസ്ലാം നൽകാനുള്ള കാരണവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഹക്കീം നിർണിതമല്ലാത്ത 5 സെൻറ്റ് ഭൂമി അബൂ തോഹിറിന് വിൽക്കുമ്പോൾ വീണ്ടും അവിടെ അബൂ തോഹിറും അജ്മലും തമ്മിൽ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഏത് ഭാഗമാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് എന്ന് അവിടെ നിർണിതമല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സ്വത്ത് പൂർണ്ണമായിട്ടും വാങ്ങിയിട്ട് ആ 10 സെൻറ്റ് ഭൂമിയും തൻ്റേതാക്കുവാനാണ് അജ്മലിനെ ഇസ്ലാം പ്രേരിപ്പിക്കുന്നത് എന്നർത്ഥം, പിന്നീട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്ലുൻ ഫി ബയാനി ബഅദി അഹ്കാമി ഷുഫഅത്തി, ഷുഫഅത്തിൻ്റെ ഏതാനും ചില നിയമങ്ങൾ വിശദീകരിക്കുന്ന ഫസ്ലാണിത്. ഒന്ന് നോക്കാം. ഇന്നമാ തസ്ബത്തു ഷുഫഅത്തു, തീർച്ചയായിട്ടും ഷുഫഅത്തിൻ്റെ അവകാശം സ്ഥിരപ്പെടുന്നത് ലി ശരീക്കിൻ, കൂട്ടുസ്വത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്കാണ്. എന്ന് പറഞ്ഞാൽ 2 പേർക്കും കൂടെ ഒരു സ്വത്തിന് അവകാശമുണ്ട്. ആ സ്വത്തിൽ ഏത് ഭാഗമാണ് ഒരാൾക്ക് എന്നുള്ള കാര്യം നിർണ്ണയിക്കപ്പെട്ടിട്ടുമില്ല. അത്തരത്തിലുള്ള ശരീക്കിന് മാത്രമേ ഷുഫഅത്തിൻ്റെ അവകാശമുള്ളൂ. ലാ ജാറിൻ, ജാറിനിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ജാറ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിർണ്ണയിക്കപ്പെട്ട സ്വത്തിന് അവകാശമുള്ളവരെ കുറിച്ചാണ് പറയുക. ഉദാഹരണത്തിന് ഹക്കീമും അജ്മലിനും കൂടെ 10 സെൻറ്റ് ഭൂമിയുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ഭാഗത്തുള്ള 5 സെൻറ്റാണ് എൻ്റേത്, മറ്റേ ഭാഗത്തുള്ള 5 സെൻറ്റാണ് നിൻ്റേത് എന്നുള്ള രൂപത്തിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ, സ്വന്തം അവകാശം നിർണ്ണയിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ കുറിച്ചാണ് നമ്മൾ ജാറ് എന്ന് പറയുന്നത്. ഇത്തരം നിർണ്ണയിക്കപ്പെട്ട അവസരത്തിലാണ് ഹക്കീം തൻ്റെ 5 സെൻറ്റ് ഭൂമി അബൂ തോഹിറിന് നൽകുന്നത്. എന്നാൽ അവിടെ ജാറായിരിക്കുന്ന അജ്മലിനിക്ക് അത് വീണ്ടെടുക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ജാറിനിക്കുണ്ടായിരിക്കുന്നതല്ല, മറിച്ച് ഷരീക്കിന് മാത്രമേ ഷുഫഅത്തിൻ്റെ അവകാശം ഉണ്ടായിരിക്കുന്നുള്ളൂ. ഏത് വിഷയത്തിൽ? ഫി ബൈഇ അർളിൻ, ഒരു ഭൂമി വിൽപ്പന നടത്തുന്ന അവസരത്തിൽ മഅ താബിഇഹ, ആ അർളിനോട് താബി ആയിട്ട് വരുന്ന കാര്യങ്ങളോടുകൂടെ. എന്ന് പറഞ്ഞാൽ കബിനാഇൻ, ആ ഭൂമിയിലുള്ള കെട്ടിടങ്ങൾ, വഷജരിൻ, ആ ഭൂമിയിലുള്ള മരങ്ങൾ, വസമരിൻ ഗൈരി മുഅബ്ബറത്തിൻ, ഓക്കെ, തഅ്ബീർ നടത്തപ്പെടാത്ത, പോളിനേഷൻ ചെയ്യപ്പെടാത്ത സമർ പോലോത്തത് കൊണ്ടും. ഓക്കെ, അതായത് അവിടെയുള്ള ഹക്കീം അബൂ തോഹിറിനിക്ക് തൻ്റെ 5 സെൻറ്റ് ഭൂമി വിൽക്കുകയാണ് എങ്കിൽ ആ 5 സെൻറ്റ് ഭൂമി 5 ലക്ഷം രൂപക്ക് തന്നെ വാങ്ങിയെടുക്കാനുള്ള അവകാശം അജ്മലിനുണ്ടാകും. ആ ഭൂമിയിലുള്ള കെട്ടിടങ്ങളും ഷജറും സമറും ഒക്കെ അതിൽ പെടുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഫലാ ഷുഫഅത ഫീ ഷജറിൻ ഉഫ്രിദ ബിൽ ബൈഇ, ഓക്കെ,
എന്നാൽ ഫലാ ഷുഫ്അത ഫീ ഷജറിൻ, ഒരു ഷജറിൻ്റെ വിഷയത്തിൽ ഷുഫ്അത്തിൻ്റെ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. എങ്ങനത്തെ ഷജറാണ്? ഉഫ്രിദ ബിൽ ബൈഅ കൊണ്ട് ആ ഷജർ മാത്രം തനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഹക്കീമിനും അജ്മലിനും കൂടെ അവകാശപ്പെട്ട 10 സെൻറ്റ് ഭൂമിയുണ്ട്, അതിലുള്ള ഒരു മരം മാത്രമാണ് ഹക്കീം അബൂ ത്വാഹിറിന് വിൽക്കുന്നത് എങ്കിൽ ആ മരം പിടിച്ചടക്കാനുള്ള അവകാശം അജ്മലിനുണ്ടായിരിക്കുന്നതല്ല. അല്ലെങ്കിൽ ഔ ബിഅ മഗ്രിസിഹി ഫഖത്ത്, അല്ലെങ്കിൽ ആ മരം വിൽക്കപ്പെടുന്നത് ആ മരം നിൽക്കുന്ന ആ സ്ഥലത്തോട് കൂടെ മാത്രമാണ് എങ്കിൽ അവിടെയും ഷുഫ്അത്തിൻ്റെ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതുപോലെ വലാഫി ബിഇരിൻ, കിണറിൻ്റെ വിഷയത്തിലും ഷുഫ്അത്ത് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഹക്കീം എന്ത് ചെയ്യുകയാണ്? കിണറിലുള്ള ഒരു ഭാഗം അബൂ ത്വാഹിറിന് വിൽക്കുകയാണ് എങ്കിലും അത് വീണ്ടെടുക്കുവാനുള്ള അവകാശം അജ്മലിനുണ്ടായിരിക്കുന്നതല്ല. ഏതായിരുന്നാലും ഇങ്ങനെ ഷുഫ്അത്തിൻ്റെ അവകാശം വെച്ചിട്ട് ഒരു ശരീക്ക്, നമ്മുടെ ഉദാഹരണത്തിലുള്ള അജ്മൽ ആ ഭൂമി വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നിബന്ധനകളുണ്ട്. അതാണ് അടുത്തത്. വലാ യംലികു ഷഫീഉ, അവിടെയുള്ള ഷഫീ ആയിട്ടുള്ള അജ്മൽ ആ സമ്പത്തിന് ഉടമസ്ഥാവകാശിയാകുന്നതല്ല ഇല്ലാ ബിലഫ്ലിൻ, ഷുഫ്അത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദം കൊണ്ടല്ലാതെ. ഏതുപോലെ? കഅഖൽതു ബിഷുഫ്അത്തി, ഓക്കെ, നീ അബൂ ത്വാഹിറിന് വിറ്റിരിക്കുന്ന സാധനം ഷുഫ്അത്തിൻ്റെ അവകാശം കൊണ്ട് ഞാനിതാ എടുക്കുന്നു എന്ന് പോലത്തെ സീഗ അവൻ ഉപയോഗിച്ചിരിക്കണം. ഏതോടുകൂടെ? മഅ ബദ്ലി സമനി ലിൽ മുഷ്തരി, അവിടെ ആ സാധനം ആദ്യമായിട്ട് വാങ്ങിയിരുന്ന നമ്മുടെ ഉദാഹരണത്തിലുള്ള അബൂ ത്വാഹിറിനിക്ക് അതിൻ്റെ വില നൽകലോടുകൂടെ. അപ്പോൾ അബൂ ത്വാഹിർ എത്ര രൂപക്കാണോ ആ ഭൂമി വാങ്ങിയിരുന്നത് ആ 5 ലക്ഷം രൂപ അബൂ ത്വാഹിറിന് ഈ ഷഫീ ആയിരിക്കുന്ന അജ്മലിന് നൽകുകയും വേണം. എന്നിട്ട് അഖൽതു ബിഷുഫ്അത്തി എന്ന് പോലത്തെ സീഗ ഉച്ചരിക്കുകയും വേണം എന്നർത്ഥം.